നമ്മളിന്ന് വഴുതനങ്ങ വെച്ചിട്ട് ഒരു അടിപൊളി വിഭവമാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ പച്ച വഴുതനങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഏത് വഴുതനങ്ങയായാലും കുഴപ്പമില്ല. വഴുതനങ്ങ ഉണ്ട് അരിഞ്ഞ് വെച്ചിട്ട്, വലിയ ഉള്ളി, ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 3-4 വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ 4 പച്ചമുളക്, കറിവേപ്പില, പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, 1.5 ടീസ്പൂൺ സാമ്പാർ പൊടി, ഒരു കാമുറി തേങ്ങ, ഒരു ചെറിയ കഷ്ണം ശർക്കര, പിന്നെ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, പുളി കുതിർത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ വെച്ച് ചൂടായ ശേഷം കടുകിട്ട് പൊട്ടി അതിലേക്ക് ജീരകത്തെ പൊട്ടിയ ശേഷം ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഉള്ളി ഒക്കെ ഇട്ട് ഒന്ന് വഴന്ന ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് കേട്ടോ, ഉള്ളിക്ക് ആവശ്യമുള്ള ഉപ്പാണ് ചേർത്ത് അത് കഴിഞ്ഞ് വഴുതനങ്ങ കൂടിയിട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. ഒരു 2 മിനിറ്റ് വെച്ച ശേഷം അതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടിയും സാമ്പാർ പൊടിയും അതൊന്ന് പച്ചമണം മാറിയ ശേഷം അതിലേക്ക് നമ്മൾ പുളി കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞൊഴിക്കുക. എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരൻ്റെ കഷ്ണം കൂടി ചേർക്കുക. അത് നല്ലോണം തിളച്ച് കുറുകി അതുമായിട്ട് സെറ്റായി അതൊന്ന് വെന്ത് വന്ന ശേഷം കാമുറി തേങ്ങ നമ്മൾ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ചതച്ച ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വഴുതനങ്ങയുടെ ഈ ഒരു വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിന് കൂട്ടി കഴിക്കാനും ചപ്പാത്തിക്കായാലും അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.